ഹായ് ഫ്രണ്ട്സ്, R4iയുടെ വീക്കെൻഡ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മ്യൂച്വൽ ഫണ്ട് ആകട്ടെ, സ്റ്റോക്ക് ആകട്ടെ, മറ്റ് ഏത് അസറ്റ് ക്ലാസ് ആകട്ടെ, നാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്നും റിട്ടേൺ അഥവാ ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നാം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പല വിധത്തിലുള്ള റിട്ടേണുമായി ബന്ധപ്പെട്ട പദങ്ങൾ നമ്മൾ കാണാൻ കഴിയും. അവിടെ ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് കേൾക്കാം, CAGR റിട്ടേൺ, XIRR റിട്ടേൺ, റോളിംഗ് റിട്ടേൺ എന്നിങ്ങനെ പല വിധത്തിലുള്ള ടേംസ് കാണുകയും നാം ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യാറുണ്ട്. പൊതുവെ മ്യൂച്വൽ ഫണ്ട് ബ്രോക്കർ പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ ഫണ്ട് ഹൗസുകളുടെ വെബ്സൈറ്റുകളിലുമൊക്കെ കാണുന്ന ഈ ഒരു റിട്ടേൺ എന്താണെന്ന് പരമാവധി സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോയിൽ വിവരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ 2022 ജനുവരി മാസം നിങ്ങൾ 1000 രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്കിലോ നിക്ഷേപിച്ചെന്ന് കരുതുക. അത് 3 വർഷം കഴിഞ്ഞ് 2025 ജനുവരിയിൽ 1800 രൂപയായിട്ട് ഉയർന്നു. അപ്പോൾ 3 വർഷം നിക്ഷേപിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ലാഭം എത്രയാണെന്ന് പെർസെൻറ്റേജ് ടേമിൽ പറയാൻ നാം ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് ആബ്സല്യൂട്ട് റിട്ടേൺ. ഇവിടുത്തെ ഈ ഒരു കേസിൽ ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് 800 രൂപയാണ്. അപ്പോൾ ആ 800 രൂപയെ പെർസെൻറ്റേജ് ടേമിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ 80% കാണാം. അപ്പോൾ ഇത് നമ്മൾ പല മ്യൂച്വൽ ഫണ്ടുകളുടെയും റിട്ടേൺ പരിശോധിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് SBI ബ്ലൂ ചിപ്പ് ഡയറക്റ്റ് പ്ലാനിൻ്റെ 3 വർഷത്തെ റിട്ടേൺ അത് 53.57%. അതേസമയം നിഫ്റ്റി 50യുടെ 3 വർഷത്തെ റിട്ടേൺ 42.16%. അപ്പോൾ ഇവിടെ ആ NAV 3 വർഷം മുമ്പ് അതിൻ്റെ തുടക്കത്തിൽ എത്രയാണോ അതിനെ ഇപ്പോഴുള്ള NAV എത്രയാണോ അതിൽ നിന്നും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ അത് പെർസെൻറ്റേജ് ടേമിൽ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഫണ്ടിൻ്റെയോ സ്റ്റോക്കിൻ്റെയോ ഒരു റിട്ടേൺ എത്ര ഉണ്ടെന്ന് കൂടുതൽ ഡീപ്പായി നോക്കാതെ സിമ്പിളായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആബ്സല്യൂട്ട് റിട്ടേൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് പൊതുവെ ഇങ്ങനെ ഞാൻ 1000 രൂപ 3 വർഷം മുമ്പേ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ അത് 1800 രൂപയായി, എനിക്ക് 80% പ്രോഫിറ്റ് കിട്ടി എന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന പദം ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടേമാണ് CAGR റിട്ടേൺ അഥവാ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ഫണ്ടാകട്ടെ സ്റ്റോക്കാകട്ടെ, അത് ഒരു പ്രത്യേക കാലയളവിൽ വർഷം തോറും എത്രമാത്രം വളരുന്നുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ, അങ്ങനെ നമുക്ക് ആ ഒരു ഫിയർ കിട്ടുമ്പോൾ അത് മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്തിട്ട് നമുക്ക് തീരുമാനത്തിലെത്താൻ അത് സഹായിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ SBI ബ്ലൂ ചിപ്പ് ഡയറക്റ്റ് പ്ലാനിൻ്റെ 3 വർഷത്തെ ആബ്സല്യൂട്ട് റിട്ടേൺ 53% നമ്മൾ പറഞ്ഞു. എന്നാൽ അതിൻ്റെ 3 ഇയേഴ്സിൻ്റെ CAGR റിട്ടേൺ 15.36%. നിഫ്റ്റി 50യുടേതും 3 വർഷത്തെ CAGR റിട്ടേൺ 12.6%. അപ്പോൾ ഇവിടെ 3 വർഷത്തിൻ്റെ ഒരു CAGR റിട്ടേൺ ആണ് നമ്മൾ നോക്കി. ഇനി നമ്മളതൊരു 5 ഇയേഴ്സിൻ്റെ CAGR റിട്ടേൺ നോക്കുമ്പോൾ ഈ ഫിഗർ മാറും. ഇപ്പോൾ നിഫ്റ്റി 50യുടെ 5 ഇയർ CAGR നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 17.6%. ഇനി നമ്മൾ കുറച്ചും കൂടി ലോങ്ങർ ടൈം ഫ്രെയിം പോയാൽ അവിടെയും വ്യത്യാസം വരാം. ഇപ്പോൾ നിഫ്റ്റി 50യുടെ 10 വർഷത്തെ CAGR റിട്ടേൺ 12.2%. അപ്പോൾ ഒരു പ്രത്യേക കാലയളവിൽ ചിലപ്പോൾ നല്ല റിട്ടേൺ നൽകിയതിൻ്റെ ഭാഗമായിട്ട് അത് ഓരോ വർഷത്തിനും ആവറേജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 10 വർഷം കൊണ്ട് നിഫ്റ്റിയുടെ CAGR റിട്ടേൺ 12.2% നമ്മൾ പറയുമ്പോൾ ഓരോ വർഷവും നിങ്ങൾക്ക് 12.2% ഫിക്സഡ് റിട്ടേൺ കിട്ടുമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് 10 വർഷം കിട്ടിയ റിട്ടേണിൻ്റെ ആവറേജ് എടുത്ത് അത് ഓരോ വർഷത്തിനും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോ വർഷവും എങ്ങനെയാണ് വളരുന്നത് എന്നുള്ള ഒരു ഗ്രോത്ത് റേറ്റ് മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാം നിഫ്റ്റി 50യുടെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ മൈനസ് ആണ്. ഇപ്പോൾ 12.2% റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും, എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം വന്നിട്ട് 12.2 കിട്ടിയിട്ടില്ലല്ലോ, -1.80 അല്ലേ കിട്ടിയത്, നഷ്ടത്തിലല്ലേ ഉണ്ടായത് എന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. അപ്പോൾ ഇവിടെയാണ് CAGR റിട്ടേണിൻ്റെ കൃത്യമായ ആ റിട്ടേൺ എന്താണെന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ CAGR കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഫോർമുല ഉണ്ട്. അതായത് ഫൈനൽ വാല്യൂ എത്രയാണോ അതിനെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ 1/3, ഇപ്പോൾ 3 വർഷത്തേതാണ് നോക്കുന്നതെങ്കിൽ 1/3, 5 വർഷത്തേക്കാണ് നോക്കുന്നതെങ്കിൽ 1/5, ആ രീതിയിൽ അതിനെ പവർ ചെയ്ത് 1 മൈനസ് ചെയ്ത് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആ ഒരു ഫോർമുലയിലാണ് ഇത് കിട്ടുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇഷ്ടംപോലെ ബ്രോക്കർ പ്ലാറ്റ്ഫോമുകളും നമുക്ക് ജസ്റ്റ് ഫിഗർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഫോർമുല പഠിച്ചുകൊണ്ട് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ CAGR റിട്ടേൺ നമ്മൾ
ആദ്യം പറഞ്ഞ ഉദാഹരണത്തിന്, അതായത് 1000 രൂപ നിക്ഷേപിച്ചിട്ട് 1800 രൂപ 3 വർഷം കൊണ്ട് ആയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു CAGR റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 21.6% ആണെന്ന് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഇൻവെസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3 വർഷം മുമ്പ് 1000 രൂപ നിക്ഷേപിച്ചിട്ട് അത് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തിട്ടും ഏറ്റവും അവസാനം എനിക്ക് കിട്ടിയത് 1800 രൂപയാണ്. അതായത് ഓരോ ആനുവലൈസ്ഡ് റിട്ടേൺ എനിക്ക് കിട്ടിയത് 21.6% എന്നാണ് ഇതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി മൂന്നാമത് കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റിട്ടേൺ ആണ്, ഇത് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ ഉപയോഗിക്കുന്ന ഒരു റിട്ടേൺ ആണ് റോളിംഗ് റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്കറിയാം CAGR റിട്ടേണിന് ഒരു പരിമിതിയുണ്ട്. ആ പരിമിതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 5 ഇയർ CAGR റിട്ടേൺ 15% ആണെങ്കിൽ അത് ഓരോ വർഷവും ആ 15% റിട്ടേൺ നൽകി എന്ന് നമുക്ക് പറയാനാവില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് 4 വർഷം നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് 5-ാമത്തെ വർഷം 80%-ഓ 70%-ഓ കയറിയാൽ അതിൻ്റെ CAGR റിട്ടേൺ ഒരുപക്ഷെ 15%-ഓ 20%-ഓ കാണിച്ചു വരും. അപ്പോൾ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ വർഷവും അത് വളരുന്നില്ല. അപ്പോൾ CAGR ഒരിക്കലും ആ ഫണ്ടിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ കൺസിസ്റ്റൻ്റ് റിട്ടേണിൻ്റെ ഒരു പിക്ചർ നമുക്ക് തരികയില്ല. അപ്പോൾ അവിടെയാണ് റോളിംഗ് റിട്ടേണിൻ്റെ പ്രാധാന്യം. അപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2015 നിങ്ങൾ ഒരു 100 രൂപ ഒരു സ്റ്റോക്കിൽ നിക്ഷേപിച്ചു. അത് 2016 150 രൂപയായി, 2017 130 രൂപയായി, അതുപോലെ 2018 200 രൂപയായി, 2019 220 ഇങ്ങനെ അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ 3 വർഷം ഇത് നൽകിയ റോളിംഗ് റിട്ടേൺ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിവിധ ടൈം ഫ്രെയിമിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ ഒരു പീരീഡ് നമുക്ക് ഇങ്ങനെ എടുക്കാം. 2015 മുതൽ 2017 വരെ എത്ര റിട്ടേൺ നൽകിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു CAGR റിട്ടേൺ 9.1% ആണെന്ന് കാണാം. എന്നാൽ അടുത്ത ഒരു 2016 മുതൽ 2018 വരെയുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ CAGR റിട്ടേൺ 10.1% ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു പീരീഡിൽ 2017 മുതൽ 2019 വരെയുള്ള റിട്ടേൺ നോക്കുകയാണെങ്കിൽ അതിൻ്റെ CAGR റിട്ടേൺ 19.2%ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം ഇത് നൽകിയ റിട്ടേൺ ഓരോ ടൈം ഫ്രെയിമിലും ഡിഫറൻ്റ് ആണ്. നിങ്ങളുടെ ആനുവലൈസ്ഡ് റിട്ടേൺ 9%-നും 19%-നും ഇടയിൽ ആടിക്കളിക്കാനുണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് സ്റ്റഡി ആയിരുന്നില്ല, കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ഫണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ, ചില സെക്ടറിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം കൊണ്ടോ മറ്റോ ഒരു പ്രത്യേക കാലയളവിൽ മാത്രം ചിലപ്പോൾ കയറിയതാണോ, അതല്ല എല്ലാ വർഷവും ഈ രീതിയിൽ ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ ഇതിൻ്റെ റോളിംഗ് റിട്ടേൺ ആണ് അതിന് സഹായിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ മെട്രിക്സ്. അങ്ങനെ ആ റോളിംഗ് റിട്ടേൺ സ്റ്റഡിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫണ്ടിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്കൊരു കൺസിസ്റ്റൻറ്റ് റിട്ടേൺ കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടേമാണ് XIRR അഥവാ എക്സ്റ്റെൻഡഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പോൾ നമ്മൾ ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ ആബ്സല്യൂട്ട് റിട്ടേൺ ആയാലും ശരി, CAGR റിട്ടേൺ ആയാലും ശരി, റോളിംഗ് റിട്ടേൺ ആയാലും ശരി, നമ്മൾ 2022 ഒരു 1000 രൂപ നിക്ഷേപിച്ചു, 3 വർഷം കഴിഞ്ഞ് ഫൈനൽ റിട്ടേൺ എന്താണെന്ന് നോക്കി എന്നിട്ട് കിട്ടിയ ലാഭമാണ് നമ്മൾ നോക്കിയത്. എന്നാൽ നിങ്ങളൊരു SIP ഇൻവെസ്റ്റർ ആണെങ്കിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ആദ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെറുതെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഓരോ മാസവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ റാൻഡമായിട്ട് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ വിഡ്രോ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, അപ്പോൾ അതിൻ്റെ ഒരു ആനുവലൈസ്ഡ് റിട്ടേൺ, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ മെട്രിക്സ് ആണ് XIRR. അപ്പോൾ അതൊരു ഉദാഹരണത്തിലൂടെ ഇവിടെ വ്യക്തമാക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 2023 നിക്ഷേപം തുടങ്ങി, അത് 25,000 50,000, അതുപോലെ ഇടയ്ക്ക് ഒരു 7,500 രൂപ വിഡ്രോ ചെയ്തു, പിന്നെ 20,000 60,000 ഇൻവെസ്റ്റ് ചെയ്തു, 35,000 വിഡ്രോ ചെയ്തു. അങ്ങനെ ഒരു റാൻഡമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആനുവലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് രീതിയിലാണ് ഗ്രോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ XIRR ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു XIRR കാണുന്നത് 17.7%. അപ്പോൾ ഈ XIRR കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സൽ ഷീറ്റ് തുറന്നിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റിൽ നമ്മൾ 2 കോളമാണ് ഉപയോഗിക്കുക. അതിൽ ഒരു കോളത്തിൽ ഡേറ്റും മറ്റേ കോളത്തിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തത് മൈനസ് വാല്യൂ ആയിട്ടും വിഡ്രോ ചെയ്തത് പ്ലസ് വാല്യൂ ആയിട്ടും ആഡ് ചെയ്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സൽ ഷീറ്റിൽ ഇൻബിൽഡ് ആയിട്ട് XIRR കാൽക്കുലേഷൻ്റെ ഒരു ഫോർമുല നമുക്ക് ലഭിക്കും. അതുപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ സ്ഥിരമായിട്ട് ഈ XIRR ഓരോ ദിവസവും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ നമ്മളെ പേഴ്സണലൈസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആനുവൽ ഗ്രോത്ത് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് SIP ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫൈനാൻഷ്യൽ മെട്രിക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട റിട്ടേൺ ആയി ബന്ധപ്പെട്ട ടേമുകൾ. അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് നിങ്ങളിത് അറിയാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി നമ്മൾ കുറച്ചും കൂടി സ്മൂത്തായിട്ടും കുറച്ചും കൂടി നല്ല ഡിസിഷൻ എടുക്കുവാനും നമുക്ക് സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.